പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഈ ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇഞ്ചി എങ്ങനെയാണ് തൊലി കളയുക, അതുപോലെ കത്തിരിയാണ്ട് എങ്ങനെയാണ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുക്കുക എന്നൊക്കെയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അത് എത്രയ്ക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത് മുഴുവനും എടുക്കണില്ല കേട്ടോ, കുറച്ച് എടുക്കണുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. പൊളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. അതുപോലെ നമ്മുടെ ഈ കത്തി ഉണ്ടല്ലോ, ഈ കത്തി ഇങ്ങനെ ഇത് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ പപ്പടം കുത്തണ ഇതുണ്ട് പപ്പടക്കോല്, അതായാലും മതി കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യുമ്പോൾ നോക്കാം. നമ്മളിതാ ഇങ്ങനെ കുത്തിയത് പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. ഇത് ചൂടാക്കിക്കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കുറയേ അല്ലെങ്കിൽ ഇത് വേവ് വെന്തൊക്കെ വരുമല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെറുതെ തൊലി ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ അത് രണ്ടെണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് വേറെ ഇടാം. നന്നായിട്ട് ചൂടായിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ തൊലി ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം. കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തൊലി കളയരുത് കേട്ടോ. അപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട്, ചെറിയൊരു ചൂടുണ്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഇഞ്ചി കണ്ടോ, ഇതിൻ്റെ വെള്ളമയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിന് ടീസ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ വരണ്ടി കൊടുക്കാം. കത്തി കൊണ്ട് ചെയ്യരുത്, അപ്പോൾ ഇഞ്ചിയൊക്കെ ചെത്തി പോവും. അങ്ങനെയൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ശരിയാവും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇഞ്ചിയിലൊക്കെ നമ്മൾ പെട്ടെന്ന് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇഞ്ചിയുടെ തോലൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി സൂക്ഷിച്ച് വെക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാം. പെട്ടെന്ന് പോയി കിട്ടില്ല, കത്തി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയിൽ കിട്ടില്ല കേട്ടോ. കത്തിയൊക്കെ മുറിഞ്ഞു പോകും കത്തി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഒന്ന് ചൂടാക്കുക, വെറുതെ ഒന്ന് ചൂടാക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് വടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ ഈ കത്തി കൊണ്ട് മിക്കവർക്കും ഇഞ്ചിയൊക്കെ പിള്ളേർക്കൊക്കെ നന്നാക്കാൻ കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നറിയോ, ഈ കത്തി കൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കണമൊക്കെ മുറിച്ച് കളയും. പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചിക്ക് ഇപ്പോൾ ഭയങ്കര വില കേട്ടോ. ഇപ്പോൾ ഓണാകുമ്പോൾ വില കൂടും. ഈ സൈഡൊക്കെ കേടങ്ങി മുറിച്ച് കളഞ്ഞാൽ മതി. കണ്ട ഇതുപോലെ നമുക്ക് തൊലിക്ക് കളഞ്ഞെടുക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്നും കളയുമ്പോഴും ടീസ്പൂൺ വെച്ചിട്ട് തന്നെ കളയട്ടോ, പെട്ടെന്ന് പോയി കിട്ടും. കത്തി കൊണ്ട് ചെയ്താൽ ഇത്രയ്ക്ക് അങ്ങോട്ട് പോവില്ല കേട്ടോ. അപ്പോൾ നല്ല ഇഞ്ചിയൊക്കെ അതിന് കിട്ടാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഓണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മിക്കവർക്കും വേണ്ട ഇഞ്ചി കറിയൊക്കെ വയ്ക്കാം. ഇതൊക്കെ കത്തിയെടുത്ത് ചെത്തിക്കളയാം. ഇതെടുക്കണില്ല കേട്ടോ. ഇത്ര വേഗം ഇഞ്ചിയുടെ തൊലി പോവാ, കത്തി കൊണ്ടാകുമ്പോൾ ഇത്ര വേഗം പോവില്ല കേട്ടോ. പെട്ടെന്ന് പോണില്ലേ. ഇനി ഇതെങ്ങനെയാണ് അരിയാൻ നോക്കാം കേട്ടോ. കത്തിയില്ലാണ്ട് എന്ത് ഭംഗിയില്ല പോണ് നോക്ക്. ഇപ്പം ഇതാ ഇഞ്ചിയുടെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ടീസ്പൂൺ വെച്ചിട്ട് തോല് കളഞ്ഞാൽ മതി കേട്ടോ. കുറച്ച് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, കുറേയൊക്കെ പോയിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ ഉള്ളൂ. എന്നിട്ട് എങ്ങനെയാണ് കത്തിയില്ലാണ്ട് ചീകി എടുക്കാം അല്ല. നമ്മൾ ഇഞ്ചി കറിക്ക് ഇതുപോലെ ചീകി എടുക്കാം കേട്ടോ. കേട്ടോ ഇതുപോലെ വരുന്ന ഇപ്പോൾ ചിലവരുണ്ടല്ലോ മടിയായിട്ട് എന്താ ചെയ്യുന്നറിയാം, വലിയ വലിയ കഷ്ണങ്ങളായിട്ട് എണ്ണയിൽ അങ്ങോട്ട് വഴറ്റും, വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് വഴറ്റും. എന്നിട്ട് എന്താ ചെയ്യും, മിക്സിയിൽ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കും ഇഞ്ചി കറിക്ക്, പുളിയിഞ്ചിരിക്കൊക്കെ. എപ്പോഴും നമ്മൾ ഇഞ്ചി കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണം. അതിന് ഇഞ്ചി പൊടിച്ചെടുത്ത കാര്യക്കേട്ടാ ഒന്നിങ്ങനെ മുറിച്ചെടുക്കുക, അങ്ങനെ എന്ത് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചി കറിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പച്ചമുളകൊക്കെ വാട്ടിയതിന് ശേഷമാണ് ഇത് വാട്ടിയെടുക്കാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ ഇഞ്ചി കറിക്കല്ല കേട്ടോ. കണ്ടതൊക്കെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇത് നമ്മളെ വീട്ടാവശ്യത്തിനാണ് കേട്ടോ ഓരോന്നോരോന്ന് ചെയ്യണത്. നമുക്ക് എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്ത് വയ്ക്കാം.
എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ചെപ്പിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ചാൽ മതി. നമുക്ക് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, ഇഞ്ചിയുടെ ആവശ്യം വരുമ്പോൾ ഇതിന് ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. കണ്ട ഇതുപോലെ. ഇതിപ്പോൾ മിക്കവർക്കും പിള്ളേർക്കൊക്കെ ഇഞ്ചി കടിക്കണത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, ഞാൻ കുറേ എടുത്ത് കാണിക്കില്ലേ, കുറച്ച് കാണിക്കണുള്ളൂ. അല്ലെങ്കിൽ അതാ ഇതുപോലെ മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് പീസാക്കി വെറുതെ ഇരിക്കുമ്പോൾ TV ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ മുറിച്ചൊക്കെ എടുത്ത് വയ്ക്കാം. അതാണ് പണി എളുപ്പം കഴിയും. ഇങ്ങനെ മുറിച്ച് വെച്ചാലും മതി കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി വെച്ചാലും മതി. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി അരിയാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ എന്ന് വെച്ചാൽ ഇതുപോലെ ചീകിയെടുത്തല്ലേ ഇതുപോലെ മുറിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം. കേടാവൊന്നുമില്ല കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. ജോലിക്ക് പോണവർക്കൊക്കെയാണ് ഏറ്റവും എളുപ്പമായിട്ട് അങ്ങനെ ചെയ്യണത്. പിന്നെ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് ഇപ്പം നമ്മൾ ഒരു 100 ഇഞ്ചി എടുക്കണേ 100 വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് ഇതുപോലെ വേണ്ട വെളുത്തുള്ളി 100 എടുക്കുക. അപ്പോൾ എൻ്റെ 100 വെളുത്തുള്ളി ഇല്ല കേട്ടോ, ഒരു 2-3 എണ്ണം ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എന്നിട്ടിത് നല്ലോണം കഴുകി തുടച്ചെടുക്കുക. ഇതും അത് തൊലി കളയാം. ചെറിയ ചൂടുവെള്ളത്തിലിട്ടാലും മതിയിട്ട് അതിന് തൊലിയൊക്കെ പോയി പെട്ടെന്ന് പോയി കിട്ടും. അല്ലെങ്കിൽ ചതച്ചിടുകയും. എന്നിട്ട് ഒരേപോലെ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് അരച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും പെട്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഈ 2 വെളുത്തുള്ളി 2 ഇഞ്ചിയായിട്ട് ഇങ്ങനെ അരിയാനും ചതയ്ക്കാനൊക്കെ നടക്കണം. അപ്പം തന്നെ നേരം പോകും. അപ്പം ഇങ്ങനെ ചെയ്തു വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ. കത്തിയുടെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ. മിക്ക പിള്ളേർക്കുണ്ടോ അയ്യോ ഇഞ്ചി കടിക്കണേ എന്ന് പറയണ പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് കണ്ട കടിക്കുകയില്ല. ഇത് ഇപ്പം ഇഞ്ചി കറിയിലേക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇതുപോലെ അറിയാത്തവർ ചെയ്ത് വെക്കാം കേട്ടോ. കുറേ അറിയുന്നവരുണ്ടെങ്കിലും കുറേ അറിയാത്തവരും ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ എല്ലാം അറിയണമെന്നില്ല. അപ്പോൾ അറിയാത്തവർ ചെയ്ത് നോക്കാം, പെട്ടെന്ന് പണി കഴിയാനായിട്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.